ഇന്നത്തെ ഞങ്ങളുടെ പണി തൈ നടലാണ്. ഫ്രൂട്ട്സിൻ്റെ തൈയാണ്. അപ്പു ഷേക്കുണ്ട്, മിഷ് ഉണ്ട്, എല്ലാം തൈ നടലാണ്. ഇതാണ് ഞങ്ങളുടെ മുതലാളിയുടെ മോനാണിത്. മുതലാളിയുടെ മോനിപ്പം മറ്റേ വണ്ടിക്ക് തൈ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോകാൻ വേണ്ടി ഇപ്പോൾ പോകും. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ റെസ്റ്റ് ടൈമാണ്. മോനുടെ മോനാണ്. പിന്നെ ഇത് തൈയാണ്. ഇപ്പോൾ പുതിയ തോട്ടം പിടിപ്പിക്കുന്നുണ്ട്. കൊണ്ടുപോയിട്ട് ഇറക്കി വെച്ചേക്കുന്നതാണ് തൈ. ആ ബോക്സിലാണ് കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നത്. എന്നിട്ട് ഈ ട്രാക്ടറിൽ ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ കൊണ്ടുപോയിട്ട് ഓരോ കുഴിയുടെ സൈഡിലും ഓരോ തൈ വീതം ഇറക്കി വെച്ച് പോകും. കുഴിയെല്ലാം കാണിച്ചു തരാം. ഇത്ര ചെറിയ കുഴിയാണ്. ചെറിയ നമ്മുടെ ഇപ്പം എന്താ പറയേണ്ടത്, നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ പാകുമല്ലേ, അടയ്ക്കയൊക്കെ പാകും പോലെ ചെറിയ പാക്കറ്റാണ്. അപ്പോൾ ഇന്നത്തെ പണിയാണ് തൈ നടൽ. ഇത് പുതിയ തോട്ടം മേടിച്ചത്, കാലി സ്ഥലം മേടിച്ചാണ് മുതലാളിയോട് തോട്ടത്തിനോട് ചേർന്നത്. ഇതിനപ്പുറമുള്ള അവിടെ നിൽക്കുന്നത് തൈകളുള്ള ഇലയെല്ലാം പൊഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒന്നും തിരിയുന്നില്ല. അവിടെ മറ്റേ മരം നിൽപ്പുണ്ടോ, അത് മുതലാളിയുടെ തോട്ടം തന്നെയാണ്. മുതലാളിയുടെ തോട്ടത്തിനോട് ചേർന്നിട്ട് കാലിസ്ഥലം കിടന്നത് മേടിച്ചാണ്. മൊത്തം GI പൈപ്പ് നാട്ടി ഇതിലൂടെ എല്ലാം ഈ കമ്പി മറ്റേ ഇത് നമ്മളിപ്പോൾ നിലവിൽ ഇതിൽ കമ്പി വലിച്ച് കെട്ടിയിട്ടുണ്ട്. അത് മറ്റേ ഇരുമ്പിൻ്റെ റോപ്പാണ് കെട്ടിയത്. ഇനിയിപ്പോൾ സാധാരണ ഒരു 3mm ഒക്കെ ഉരുളൻ ചെറിയ കമ്പി വലിച്ച് കെട്ടും. അതിൻ്റെ ഇടയ്ക്കൂടെ ഇത് നാല് സൈസിൽ കെട്ടും. ഒന്ന് ഒരു ഈ ഹൈറ്റിലൊരു കെട്ടും, ഒരു ഈ ഹൈറ്റ് കെട്ടും, പിന്നെ ഒരു ഇവിടെ കിട്ടും. അങ്ങനെ 4 കമ്പി കെട്ടിനെ വലിച്ചങ്ങ് പോകും. ഇതാണ് നമ്മൾ പുതിയ തോട്ടം. ഇത് കഴിഞ്ഞാൽ വേറെ കുറച്ചപ്പുറം വേറെ സ്ഥലത്തും പുതിയ തോട്ടം ഉണ്ടാക്കുന്നുണ്ട്. 3-4 തോട്ടം ഇപ്രാവശ്യം പുതിയത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം പഴയതൊക്കെ കളയാനാകുമ്പോഴത്തേക്കും പുതിയ തോട്ടത്തിൽ പഴങ്ങൾ ഫ്രൂട്ട്സ് ആവും. ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞു. ഞാൻ ഇനി ഫ്രൂട്ട്സിൻ്റെ സമയമാകുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ പറിക്കുന്ന വീഡിയോസും ഫ്രൂട്ട്സിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് പുതിയ തോട്ടം. തൈ വെച്ചതുകൊണ്ട് ഇവിടെ ഞാനത് മുതലാളി അങ്ങ് പോയിക്കോട്ടെ ചോദിച്ചാൽ കാണിക്കാത്ത. ഇവിടെ തൈ വെച്ചതുണ്ട്. തൈ കൊണ്ടുവന്ന ബോക്സ് ഇറക്കണം. നമ്മുടെ തോട്ടത്തിനോട് ചേർന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ഓറഞ്ചോട്ടമുണ്ട്. ഫുള്ള് ഓറഞ്ചായിട്ടിരിക്കുന്ന ഒരു ഓറഞ്ചോട്ടമാണ്. അത് ഞാൻ കാണിച്ചുതരാം. എന്നാ രസമാണ് കാണാൻ അറിയാമോ. ഇപ്പം ഞാൻ കാണിച്ചുതരാവേ. ഇതുണ്ടോ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുവാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുവാണ്. നമുക്ക് 1/2 മണിക്കൂറാണ് ഭക്ഷണം കഴിക്കാൻ സമയമുള്ളത്. പക്ഷേ നമ്മൾ ഒരു 40 മിനിറ്റ് 10:50 ഭക്ഷണം കഴിക്കാൻ പോകും. എന്നിട്ട് 11:30 ഇറങ്ങുള്ളൂ. ഇതുകൊണ്ട് ഇത് തൈലൻഡാരാണ് വിശ്രമിക്കുന്നത്. ഇതാണ് ഓറഞ്ച് തോട്ടം. എന്താ രസം. ഇവിടെ തോട്ടത്തിനോട് ചേർന്നിട്ടുള്ള തോട്ടമാണ്. നമുക്ക് ആവശ്യത്തിന് പറിക്കാം കേട്ടോ. ആവശ്യത്തിന് പറിച്ച് തിന്നിട്ടൊക്കെ മതി, കൊടുത്താൽ മതി. ഫുൾ ഓറഞ്ചാണ്, ഓറഞ്ച് തോട്ടമാണ്. നിങ്ങൾ മരത്തിൻ്റെ ഇല കാരണം കാണാത്തതാണ്. ഫുള്ളായിട്ട് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഫുള്ള് പഴുത്താണ്. ഇതിപ്പോൾ അപ്പുറം സൈഡോട്ട് പറിക്കുന്നുണ്ട്. ഇത് പറിക്കുമ്പോൾ മൊത്തം തീർത്ത് അടച്ച് പറിക്കും. ഒരെണ്ണം പോലും വെക്കുവരാ. അപ്പോൾ നമ്മൾ കുറേ പറിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്യും. നമുക്ക് തിന്നാനായിട്ടൊക്കെ നമ്മൾ റൂമിലും നമ്മുടെ വർക്ക് സൈറ്റിലും എല്ലാം കൊണ്ടിട്ട് കുറേ സ്റ്റോക്ക് ചെയ്യും. ഇത് തീരുമ്പോഴത്തേക്ക് അടുത്ത ഏതെങ്കിലും ഐറ്റം ഫ്രൂട്ട്സ് ആവും. അത് കഴിയുമ്പോൾ അവക്കാട ആവും, മറ്റേ അങ്ങനെ ഉള്ള എല്ലാ ഐറ്റം ഫ്രൂട്ട്സും കിട്ടും. ബട്ടർ ഫ്രൂട്ട്, അവക്കാട ഇതെല്ലാം ഇഷ്ടം പോലെയുണ്ട്. ഇതാണ് ഓറഞ്ച് തോട്ടം. ഇത് നമ്മുടെ സാറിൻ്റെ അല്ല, വേറെ സാറിൻ്റെ ആണ്. ഓറഞ്ച് തോട്ടം വേറെ സാറിൻ്റെ ആണ്. ഒരു ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1/2 കിലോയ്ക്ക് മേലുണ്ട്. അതുകൊണ്ട്
കയ്യിൽ കൊള്ളൂല, അത്രമാത്രം വലുപ്പമുള്ള ഓറഞ്ച്. നല്ല മധുരമാണ്, കുരുവില്ല, നല്ല മധുരമാണ്, അസാധ്യ മധുരം. നമ്മളിത് പറിക്കും, പിഴിഞ്ഞ് ജ്യൂസാക്കാൻ ഇവിടെ മിക്സിയൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ പിഴിഞ്ഞ് മറ്റേ ഗ്ലാസ് കൊണ്ട് അമർത്തി പിഴിഞ്ഞ്, സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് അമർത്തി പിഴിഞ്ഞൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അതിൻ്റെ വലിപ്പം കണ്ടോ. അതാണ് ഓറഞ്ച് തോട്ടം. പിന്നെ ഇവിടെ ഉള്ളത് മറ്റേ പീച്ച്, അപ്പു ഷേക്ക്, അവക്കാഡ, കിവി, പ്ലം, ചൈന പ്ലം തന്നെ 5-6 ഐറ്റം ഉണ്ട് നമ്മുടെ സാറിന്. പീച്ച് 4 ഐറ്റം ഉണ്ട്. പിന്നെ അപ്പു ഷേക്ക് എന്ന് പറഞ്ഞാൽ മിഷ്, പിന്നെ ആഫ്രിക്കോട്ട്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, വെറൈറ്റി ഐറ്റംസ്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കാനായിട്ട് സാധിച്ചില്ല. ഈ പ്രാവശ്യം എന്തായാലും എല്ലാ വർക്കുകളും കാണിക്കും. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം തൈ നടുന്നതൊക്കെ. ഈ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ആരും കാണുകയില്ല. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് കയറ്റി വിടണം. ഓക്കെ, താങ്ക് യു.